PV അൻവറിനെതിരെ വിവിധയിടങ്ങളിൽ CPM പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മലപ്പുറത്ത് CPM പ്രതിഷേധിച്ചു. ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. നിലമ്പൂരിൽ PV അൻവർ MLAയുടെ കോലവും CPM പ്രവർത്തകർ കത്തിച്ചു. മലപ്പുറത്തെ എല്ലാ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പരസ്യ പ്രതിഷേധം നടത്താൻ ജില്ലാ നേതൃത്വം ആഹ്വാനവും ചെയ്തിരുന്നു. അൻവറുമായുള്ള ബന്ധം CPM വിച്ഛേദിച്ചിരിക്കുന്നു. അൻവറിന്റെ വഴിയെന്നും ശക്തമായി പ്രതിരോധിക്കുമെന്നുമാണ് CPMന്റെ നിലപാട്. അൻവറിനെതിരെയുള്ള ഫോൺ ചോർത്തലടക്കമുള്ള കേസുകളിൽ അന്വേഷണവും ശക്തമാക്കിയേക്കും. അതേസമയം അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ UDF ഉടൻ ശ്രമിച്ചേക്കില്ല. പകരം അൻവറിന് പുറത്തുനിന്ന് പിന്തുണ നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും തള്ളിപ്പറഞ്ഞ PV അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ CPM നിയമസഭാ കക്ഷിയിൽ നിന്ന് PV അൻവറിനെ പുറത്താക്കാൻ, ഇനി ഒരു ബന്ധവും അൻവറുമായി CPM ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും നിർബന്ധിതമാക്കിയത്. കാരണം നിയമസഭയിൽ വന്നാലും PV അൻവർ CPMനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ നിലപാടെടുക്കും. അങ്ങനെ ഇടതുപക്ഷ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി നിന്നുകൊണ്ട്, ആ അക്കൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു MLA സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രംഗത്ത് വരുന്നത് സഭയ്ക്കുള്ളിൽ അനുവദിക്കേണ്ട നിലപാടാണ് CPM എത്തിച്ചേർന്നത്. അങ്ങനെ വന്നാൽ അത് പ്രതിപക്ഷത്തിന്, UDFന് കൂടുതൽ കരുത്തും ആയുധവുമായി മാറും. അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് വളരെ പെട്ടെന്ന് അൻവറിനെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കാൻ CPM തീരുമാനമെടുത്തത്. അൻവർ സ്വമേധയാ ആ നിയമസഭാ കക്ഷി അംഗത്വം വലിച്ചെറിഞ്ഞ് പോവുകയാണ്. അതുകൊണ്ട് നേരത്തെ തിരുത്തി കൂടെ നിർത്താൻ ശ്രമിച്ചു. അങ്ങനെയല്ല അൻവർ പെരുമാറിയത്. അച്ചടക്കത്തിലെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് അൻവർ പെരുമാറി. ഇത് അംഗീകരിക്കാനാകില്ല. അൻവറിനെ നേരിടാൻ, അൻവറിന്റെ ഈ പ്രഖ്യാപനങ്ങളെ, അൻവറിന്റെ വെല്ലുവിളിയെ നേരിടാൻ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങാനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തു. അതായത് അൻവറിന്റെ വഴി, അൻവറിനെ നേരിടാൻ CPMന്റെ രാഷ്ട്രീയ വഴി, ഇതാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. CPM ഒരു കാര്യം ഉറപ്പിക്കുന്നു: അൻവറിൽ നിന്ന് ഇനിയും തലവേദനകൾ പാർട്ടിക്കുണ്ടാകും. അൻവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ CPMന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാം. അത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അൻവറിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് അൻവറിനെതിരെ രംഗത്ത് വരാൻ പാർട്ടി പ്രവർത്തകരോട് CPM ആവശ്യപ്പെടുന്നത്. അൻവറിന്റെ എതിരെയായ പഴയ കേസുകളടക്കം സർക്കാർ കുത്തിപ്പൊക്കുമെന്നും ഉറപ്പാണ്. അതിൻ്റെ ഒരു സൂചന ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി നൽകുകയും ചെയ്തു. അൻവർ പറഞ്ഞതുപോലെ ഫോൺ ചോർത്തലടക്കമുള്ള ആരോപണങ്ങൾ അൻവറിനെതിരെയുണ്ട്. ആരോപണമല്ല, അൻവർ വെളിപ്പെടുത്തിയതാണ്. അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണം വൈകാതെ ഉണ്ടാകും. അൻവറിനെ പൂട്ടാൻ എല്ലാ വഴികളും CPM സ്വീകരിക്കും. ഒരു പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ഒരാൾ, അല്ലെങ്കിൽ പാർട്ടി ശത്രു എങ്ങനെയാണോ, ആ സമീപനമാകും അൻവറിനോട് CPM സ്വീകരിക്കുക. പ്രതിപക്ഷം വളരെ കരുതലോടുകൂടിയാണ് ഇപ്പോഴും അൻവറിന്റെ കാര്യത്തിൽ സമീപനം സ്വീകരിക്കുന്നത്. അൻവർ ഇടതുമുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് CPMനും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്നതാണ് തങ്ങൾ ഗുണമെന്നവർ തിരിച്ചറിയുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. അൻവർ പുറത്തുപോയി കഴിഞ്ഞു എങ്കിലും അൻവറിനെ പൂർണ്ണമായും തള്ളാതെയും കൊള്ളാതെയും, എന്നാൽ അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അൻവറിന് പരമാവധി പിന്തുണ നൽകുന്ന ഒരു തന്ത്രമാകും UDF സ്വീകരിക്കുക. അൻവറിനെ കോൺഗ്രസിൽ എടുക്കാനോ അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗമാക്കാനോ ഒന്നും ഇപ്പോൾ UDF തയ്യാറാകില്ല. പകരം അൻവറിനെ പുറത്തുനിന്ന് കൊണ്ടുള്ള പരമാവധി പിന്തുണ നൽകും. അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മുഖ്യമന്ത്രി രാജി അടക്കം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കുകയും ചെയ്യും. PV അൻവർ